MTയുടെ അമ്മ ചോദിച്ചു, ആമിനുവിനെ എവിടെ കിടത്തുക? പണിക്കാർ പറഞ്ഞു, ഒരു സ്ഥലവും ബാക്കിയില്ല, ഭഗവതിയെ കുടി വെച്ച മച്ച് മാത്രമുണ്ട്. ഇതൊക്കെ ഈ ലോകം കേൾക്കണം, ഇന്നത്തെ കാലം കേൾക്കണം, പുതിയ തലമുറ കേൾക്കണം. മനുഷ്യർക്കിടയിൽ വിരോധവും വർഗീയതയും അകൽച്ചയും ഉണ്ടാക്കാൻ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും കേൾക്കണം. അപ്പോൾ അമ്മ പറഞ്ഞു, എന്നാ ആമിനുവിനെ ഭഗവതിയെ കുടിവെച്ച മച്ച് തന്നെ കിടത്തുക. ആ അമ്മയുടെ മകനാണ് MT വാസുദേവൻ നായർ. ഞാൻ പറയാറുണ്ട്, എൻ്റെ ഉമ്മയാണ് എൻ്റെ കണ്ണിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ മതേതരവാദി എന്ന് ഞാൻ പറയാറുണ്ട്. അത് ഞാൻ വലിയ സദസ്സുകളിലൊക്കെ സംസാരിച്ചിരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, വലിയ മഹാസമ്മേളനങ്ങൾ. കേട്ടത് എത്ര മഹത്തുക്കളുണ്ട്. കണ്ണുകൊണ്ട് ഞാൻ ആദ്യം കണ്ട ഏറ്റവും വലിയ മതേതരവാദി എൻ്റെ ഉമ്മ. ഒരു സാധു സ്ത്രീയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നണ്ട, അവർ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത പൊന്നാനിയിൽ സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ ഒറ്റകത്ത് പരമ്പരയിൽ പറന്ന ഒരു പണ്ഡിത കുടുംബത്തിൽ പറന്ന ആളായിരുന്നു എൻ്റെ ഉമ്മ. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത്? ഞങ്ങളുടെ അയൽപക്കമൊക്കെ ഹിന്ദുക്കളായിരുന്നു, ഇപ്പോഴും അങ്ങനെയാണ്. കോട്ടക്കൽ കോവിലകം, അവിടുത്തെ ഞങ്ങളുടെ നാട്ടിൽ അമ്മിണിയമ്മ. ആ അമ്മിണിയമ്മയുടെ ഊണ് കഴിക്കാത്തവരവിടെ ഇല്ല എന്നാ പറയാം, വെച്ച് വിളമ്പും. അമ്മിണിയമ്മയുടെ ഊണ് കഴിക്കാത്തവർ ഞങ്ങളുടെ നാട്ടിൽ ഇല്ല എന്നാ പറയാം, വെച്ച് വിളമ്പുക. അന്നൊക്കെ ചോറ് എന്ന് പറഞ്ഞാൽ തന്നെ അപൂർവമാണ്. പല വീടുകളിലും പലയിടത്തും കഞ്ഞിയേ ഉണ്ടാവുള്ളൂ. ഇവരൊക്കെ എൻ്റെ ഉമ്മയുടെ സുഹൃത്തുക്കളായിരുന്നു. ഈ ഹൈന്ദവ തറവാടുകളിലവരൊക്കെ, എന്നെ പഠിപ്പിച്ച ടീച്ചർമാരൊക്കെ എൻ്റെ ഉമ്മയുടെ സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ എൻ്റെ അയൽപക്കത്തെ വീട്ടിൽ ഉണ്ണുനീലി, പാർവതി, ഉണ്ണുനീലി, സരോജിനി, ഇവർ 3 പേരും ഞങ്ങൾക്ക് പെങ്ങന്മാരെ പോലെയാണ്. ഇവർ ചില ദിവസം വീട്ടിൽ വന്ന് പാർക്കും. ഞാൻ ആ പഴയ കാലം പറയണം, എവിടേക്കാണ് ഇന്ന് ചിലർ ഈ നാടിനെ കൊണ്ടുപോകുന്നതെന്നും കൂടി ആലോചിക്കണം. ഞങ്ങളുടെ വീട്ടിൽ വന്ന് പാർക്കും. കിടപ്പ് അവിടെയാണ്, ഉറക്കം അവിടെയാണ്. ഉമ്മ പായയും തലയണിയും കൊടുക്കും, ചോറ് വിളമ്പും. ഞങ്ങൾക്ക് എന്ന പോലെ അവർക്കും വിളമ്പും. ഉമ്മ വലിയ സൽക്കാരായിരുന്നു, എല്ലാവർക്കും വിളമ്പും. അപ്പോൾ ഇവർ പായ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട അവർക്ക് പായെന്ന്. ഞങ്ങളൊക്കെ ഓലപ്പായയിലാണ് കിടന്നത്. ഞങ്ങൾക്കുള്ള പായ പോലെ അവർക്കും പായ കൊടുക്കും. അന്നൊക്കെ പായാണ്, ഇന്നത്തെ മാതിരിയുള്ള കിടക്കല്ല, സുഖമുള്ള നല്ല കൈതോല പായാണ്, അല്ലെങ്കിൽ പുല്ലുപായ. കുറച്ചുകൂടി മുന്തിയതാണ് പുല്ലുപായ, സുഖനിദ്രയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഉമ്മയോട് ചോദിക്കും, ഉമ്മ അവരൊക്കെ എന്താ എവിടെയെന്ന് ചോദിക്കും. എൻ്റെ കുട്ടിക്കാലത്ത് അന്ന് ഉമ്മ പറഞ്ഞിരുന്നൊരു മറുപടി, ഉമ്മ പറയും, അവരിവിടെ വിരുന്നാണ്. അങ്ങനെ പറയാം, അവരിന്നിവിടെ വിരുന്നാണ്, അവർക്ക് നമ്മൾ വിരുന്ന് കൊടുക്കുകയാണ്. ഉമ്മ എനിക്ക് അധികം പ്രായമാകുന്നതിന് മുമ്പ് ഉമ്മ മരണപ്പെട്ടു. ഉമ്മക്കൊരു 10-40 വയസ്സേ ഉള്ളൂ. മലയാളികൾ ഏറ്റവും കൂടുതൽ കേട്ട പ്രസംഗം എൻ്റെ അമ്മ പ്രസംഗമാണെന്നാണ് എല്ലാവരും പറയുന്നത്. ബില്യൺ കണക്കിന് മലയാളികളാണ് ഇത് കേട്ടിട്ട്, ബില്യൺ. ഓരോ സൈറ്റിലും അത് കേൾക്കാത്ത മലയാളികൾ വളരെ ചുരുക്കമായിരിക്കും. ഒരു പ്രസംഗം അത് നടത്തിയവന് മേൽവിലാസമാകുമെങ്കിൽ എനിക്കെൻ്റെ അഡ്രസ്സ് പോലെ ആയ സംസാരമാണ് അമ്മ പ്രസംഗം. കാരണം തീവണ്ടിയിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ അടുത്ത് വന്നിട്ട് ആളുകൾ എന്നെ സൂക്ഷിച്ചു നോക്കും. യാത്രക്കാർ ചോദിക്കും, അമ്മ പ്രസംഗം ചെയ്ത സമദാനിയാണോ എന്ന് ചോദിക്കും എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട്. ഒരു ദിവസം കരിപ്പൂർ വിമാനത്താവളത്തിൽ ഒരു സഹോദരി ഓടി വന്നിട്ട് പറഞ്ഞു, സമദാനി സാഹിബ്, ഇവൻ എൻ്റെ മകൻ. അപ്പോൾ കുട്ടി പറഞ്ഞു, എൻ്റെ അമ്മയാണിത്. അമ്മ അധികം പ്രായമൊന്നുമില്ല, ചെറുപ്പക്കാരിയാണ്. മകനെ കുറിച്ച് വലിപ്പുണ്ട്. എന്നിട്ട് എന്നോട് പറയാ, ഇവൻ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ ഞാൻ സമദാനി സാഹിബിൻ്റെ അമ്മ പ്രസംഗം അയച്ചു കൊടുക്കും മകന്. ഒരിക്കൽ എന്നെ ഹരിഹരൻ വിളിച്ചു, സിനിമാ സംവിധായകൻ. എനിക്ക് അദ്ദേഹത്തോട് നേരത്തെ ബന്ധമുള്ളതാണ്. പ്രേം നസീറിനെ ഒക്കെ വെച്ച് വലിയ സിനിമകളെടുത്ത മലയാളത്തിൻ്റെ വലിയ ചലച്ചിത്ര സംവിധായകനാണ് ഹരിഹരൻ. വലിയ ബഹുമാന്യനായ വ്യക്തിയാണ്. രാത്രി വിളിക്കണത് വളരെ വൈകിയിരിക്കണം. എൻ്റെ ഭാര്യ എന്നെ ഒരു പ്രസംഗം കേൾപ്പിച്ചു. ഒരു പ്രസംഗത്തിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് അമ്മയെക്കുറിച്ചാണ്. സമദാനി സാഹിബേ, നിങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ ഈ ലോകത്ത്, അമ്മമാരെ പറ്റി പറയുന്ന നിങ്ങളെപ്പോലുള്ളവരെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ തൊണ്ടയിടറി. മറ്റൊരിക്കൽ എന്നെ രഞ്ജിത്ത് വിളിച്ചു.
പുതിയ തലമുറയിലെ സിനിമാ സംവിധായകൻ ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. ഒരു നടൻ വന്നിട്ട് എനിക്ക് അമ്മ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം കേൾപ്പിച്ചു. ഞാൻ എൻ്റെ അമ്മയെ ഓർത്തു. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഈ നാട്ടിൽ സഞ്ചരിച്ചത്. ഇതൊക്കെ എൻ്റെ ഉമ്മയോട് ബന്ധപ്പെട്ടതാണെന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ഉമ്മ പറയും അവരോട് വിരുന്ന. ഉമ്മ മരിച്ചിട്ടാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്. അവരുടെ വിരുന്നിൻ്റെ പിന്നിൽ വേറൊരു രഹസ്യം കൂടി ഉണ്ടായിരുന്നു. ഒരു മകനോട് ഒരു മാതാവിന് പറയാൻ കഴിയാത്ത ഒരു സ്വകാര്യം. മാസത്തിലെ ഏതാനും ദിവസങ്ങളിൽ അമ്മ സഹോദരിമാരിൽ സ്ത്രീജനങ്ങൾക്കിടയിൽ ജീവശാസ്ത്രപരമായിട്ട് അവരുടെ ശരീരത്തിലുണ്ടാകുന്ന ഒരു ഘട്ടം, മാസത്തിലൊരിക്കൽ. ആ സമയത്താണ് എൻ്റെ അയൽപക്കത്തെ സഹോദരിമാർ വീട് വിട്ട് പാർക്കുന്നത്. അപ്പോഴാണ് എൻ്റെ ഉമ്മ അവർക്ക് വിരുന്ന് കൊടുക്കുന്നത്. ഇത് ഓർത്തിട്ട് ഉമ്മ മരിച്ചിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ഉമ്മ പറയും അവരിവിടെ വിരുന്ന. അപ്പം ഉമ്മയുടെ ഇത് ഞാൻ പല യോഗത്തിലും MTയുടെ സാന്നിധ്യത്തിലൊക്കെ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. MTയുടെ കഥ നമുക്കറിയാമല്ലോ. MTയുടെ അമ്മ നാട്ടിൽ വല്ല പ്രളയം വന്നപ്പോൾ എല്ലാ സ്ഥലത്തും പ്രളയം കൊണ്ട് അവിടെയൊക്കെ നിറഞ്ഞുപോയി. എല്ലാവരും MTയുടെ വീട്ടിലേക്ക് വന്നു. കൂടല്ലൂർ കുമ്പിടി വലിയ വീടായതുകൊണ്ട് കിടക്കാൻ ഇടം തേടിയിട്ട് അന്നത്തെ വെള്ളപ്പൊക്കം എല്ലാവരും എല്ലായിടത്തും കിടന്നു. MT പറയാണ് അവസാനമുണ്ട് ആമിനുമ്മയും മക്കളും വരണു, കിടക്കാൻ സ്ഥലമില്ല. അപ്പം അമ്മ ചോദിച്ചു, ഞാൻ ആനക്കരയിൽ MTയുടെ അമ്മയെപ്പറ്റി സംസാരിച്ചിട്ടാണ് കുമ്പിടിയിൽ ഇന്നത്തെ നമ്മുടെ പരിപാടി, നിങ്ങളുടെ പരിപാടി, നമ്മുടെ നേതാക്കന്മാർ പ്ലാൻ ചെയ്ത ബഹുമാനപ്പെട്ട നമ്മുടെ CV ബാലേന്ദ്രൻ മാഷും സലാം മാഷും നിങ്ങളെല്ലാവരും ചേർന്ന് പ്ലാൻ ചെയ്ത പരിപാടി അനുസരിച്ച് തുടങ്ങിയത് ആനക്കര, കുമ്പിടി, കൂടല്ലൂർ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എത്ര പ്രിയപ്പെട്ട മണ്ണാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ MTയുടെ അമ്മ ചോദിച്ചു, ആമിനുവിനെ എവിടെ കിടത്തുക? പണിക്കാർ പറഞ്ഞു, ഒരു സ്ഥലവും ബാക്കിയില്ല, ഭഗവതിയെ കുടി വെച്ച മച്ച് മാത്രമുണ്ട്. ഇതൊക്കെ ഈ ലോകം കേൾക്കണം, ഇന്നത്തെ കാലം കേൾക്കണം, പുതിയ തലമുറ കേൾക്കണം. മനുഷ്യർക്കിടയിൽ വിരോധവും വർഗീയതയും അകൽച്ചയും ഉണ്ടാക്കാൻ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും കേൾക്കണം. അപ്പോൾ അമ്മ പറഞ്ഞു, എന്നാ ആമിനുവിനെ ഭഗവതിയെ കുടിവെച്ച മച്ച് തന്നെ കിടത്തുക. ആ അമ്മയുടെ മകനാണ് MT വാസുദേവൻ നായർ.